വേറിട്ട രീതിയിൽ കൃഷി ചെയ്യുകയാണ് മലപ്പുറം കൊണ്ടോട്ടി പുളിക്കൽ AMLP സ്കൂൾ. സ്കൂളിലേക്ക് ആവശ്യമായ പച്ചക്കറിയൊക്കെ ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന ജൈവവളവും ജൈവ സ്ലറിയും ഉപയോഗപ്പെടുത്തിയാണ് ഇവിടുത്തെ കൃഷി. ഈ സ്കൂൾ മുറ്റത്ത് വിളയാത്തതായി ഒന്നുമില്ല. മുരിങ്ങ, പപ്പായ, വെണ്ട, വഴുതന, മുളക്, കാബേജ്, കോളിഫ്ലവർ, തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ് എന്നിവയാൽ സമൃദ്ധമാണ് വിദ്യാർത്ഥികളുടെ ഈ പച്ചക്കറിത്തോട്ടം. സ്കൂളിലെ വയൽക്കിളി ഹരിത ക്ലബിന്റെ ശ്രമഫലമായാണ് ഇക്കാണുന്ന പച്ചക്കറിത്തോട്ടം യാഥാർത്ഥ്യമായത്. വിളകൾക്കെല്ലാം ജൈവവളവും ജൈവ കീടനാശിനിയും മാത്രമാണ് ഉപയോഗിക്കുന്നത്. കോഴിമുട്ടയുടെ തോട് ശേഖരിച്ച് ഉണക്കിപ്പൊടിച്ച് പച്ചക്കറികൾക്ക് വളമാക്കുന്നുണ്ട്. സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനായാണ് പച്ചക്കറികൾ ഉപയോഗിക്കുക. 2 നേരവും നനയ്ക്കുന്നതും വളപ്രയോഗം നടത്തുന്നതും കുട്ടികൾ തന്നെയാണ്. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി ഹെഡ്മാസ്റ്റർ അടക്കമുള്ളവർ കൂടെയുണ്ട്. ഇവിടുത്തെ പച്ചക്കറി ഞങ്ങൾ സാധാരണയായിട്ട് നമ്മൾ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മളെ സ്കൂളിൽ പഠനോത്സവമാണ്. പഠനോത്സവത്തിനോടനുബന്ധിച്ച് നമ്മളൊരു കുട്ടിച്ചന്ത സംഘടിപ്പിച്ചു. അതിൽ ഈ സ്കൂളിൽ ഞങ്ങൾ ഉണ്ടാക്കിയ മുരിങ്ങത്തൈ ഏകദേശം 100ഓളം മുരിങ്ങത്തൈ ഞങ്ങൾ വിതരണം ചെയ്തു. ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതുപോലെ 200 പച്ചമുളക്, വഴുതന, അതുപോലെ തക്കാളി ഇവയെല്ലാം നമ്മൾ വിതരണം ചെയ്തു. മുരിങ്ങ ഏറ്റവും ഹൈലൈറ്റ് ആയത് മുരിങ്ങയായിരുന്നു. മുരിങ്ങ നമുക്ക് സ്കൂളിലേക്ക് എത്ര എടുത്തിട്ടും കഴിയുന്നില്ല. ബാക്കിയുള്ള മുരിങ്ങ ഇന്ന് ഞങ്ങൾ പൊതുജനങ്ങൾക്കായി വിൽപ്പന നടത്തി. നെൽകൃഷി, കോഴിക്കൃഷി, കൂൺ കൃഷി തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ ഇതിനോടകം ഏറ്റെടുത്ത് വിജയിപ്പിച്ചു കഴിഞ്ഞു ഇവർ. സ്കൂൾ മുറ്റത്ത് പന്തലിച്ച കംബോഡിയൻ മുന്തിരിവള്ളി കായ്ക്കുന്നതും കാത്തിരിക്കുകയാണ് ഇവിടത്തെ കുട്ടികൾ. ന്യൂസ് 18 മലപ്പുറം.